വെൽക്കം ടു ഐഷസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചു. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് കോളത്തിന് പകരം എന്തൊക്കെയുണ്ട്? ക്യാഷ് കോളവും ബാങ്ക് കോളവും. അതാണ് ഡബിൾ കോളം എന്ന് നമ്മൾ നോർമലി പറയുന്നത്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷനും വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഷുവറായിട്ടും പഠിക്കുക. 5 മാർക്സിന് അല്ലെങ്കിൽ എസ്ഐക്കൊക്കെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question പറയുന്നത് prepare a double column cash book with the cash and bank columns for Mr. Rahul for the month of April 2026 from the following transaction. അപ്പോൾ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമ്മുടെ രാഹുലിന്റെ ഏപ്രിൽ മാസത്തെ 2026 ഏപ്രിൽ മാസത്തെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്കറിയാം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ, ഡേറ്റ് പർട്ടിക്കുലേഴ്സ്. നമ്മൾ സിംഗിൾ കോളത്തിൽ എമൗണ്ട് അല്ലേ അടുത്ത് എഴുതിയത് ഡെബിറ്റ് സൈഡിൽ, അങ്ങനെ ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ വരുമ്പോൾ എമൗണ്ടിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തൊക്കെയായിട്ടാണെന്ന് അറിയാമോ? ക്യാഷ് എന്നും ബാങ്ക് എന്നും. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ക്യാഷ് ബാങ്ക്. റെസീപ്റ്റ് സൈഡ് കഴിഞ്ഞു. അടുത്ത പേയ്മെന്റ് സൈഡിൽ എങ്ങനെയാണ്? ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ക്യാഷ് ബാങ്ക്. ഓക്കെ, അപ്പോൾ എമൗണ്ട് കോളത്തിന് പകരം ആ എമൗണ്ട് കോളത്തിനെ നമ്മൾ ക്യാഷ് എന്നും ബാങ്ക് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഫോർമാറ്റിൽ വരുന്നുള്ളൂ. പക്ഷെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏപ്രിൽ ക്യാഷ് ബാലൻസ് ₹15,000, ബാങ്ക് ബാലൻസ് 25,000. അപ്പോൾ നോക്കിയോ, കയ്യിലിരിക്കുന്ന ക്യാഷിന്റെ ബാലൻസും തന്നിട്ടുണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടും എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് ക്യാഷ് ബുക്കിൽ ഏത് സൈഡിലാണ്? റെസീപ്റ്റ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം എന്തെന്ന് എഴുതും? നമ്മുടെ ഡേറ്റ് ഏപ്രിൽ 1 കാര്യമാണ് നമ്മൾ പറയുന്നത്. ടു ബാലൻസ് ബ്രോഡ് ഓൺ അല്ലെ. ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ എത്ര എഴുതണം? ക്യാഷിന്റെ ബാലൻസ് തന്നിട്ടുണ്ട് 15,000. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഓക്കെ, 15,000 തന്നിട്ടുണ്ട്. അതുപോലെ ബാങ്ക് ബാലൻസ് എത്രയാണ്? 25,000. അപ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. തന്നിട്ടുള്ള ബാലൻസ് നമ്മൾ എന്ത് ചെയ്ത് അതുപോലെ കയ്യിരിക്കുന്ന ക്യാഷ് എത്രയാണ്, ആ ബാങ്കിൽ എത്രയാണെന്നുള്ളത് എഴുതി. അടുത്ത് ഏപ്രിൽ 5 നടന്ന ട്രാൻസാക്ഷൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രോം സുരേഷ് ₹5,000. സുരേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രോം സുരേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റെസീപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. റെസീപ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. റിസീവ് ചെയ്തത് എന്താണ്? ക്യാഷ് ആണ് അല്ലെ. ക്യാഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡേറ്റ് എഴുതി. ഏപ്രിൽ 5 ഏത് സൈഡിലാണ്? റെസീപ്റ്റ് സൈഡിലാണ്. സുരേഷ് എന്ന് എഴുതും. സുരേഷിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സുരേഷ്. എമൗണ്ട് എവിടെ എഴുതുമെന്ന് ഒരു കൺഫ്യൂഷൻ വരരുത്. ക്യാഷ് റിസീവ് ചെയ്തെന്നാണ് പറഞ്ഞത്, ചെക്ക് റിസീവ് ചെയ്തെന്നല്ല പറഞ്ഞത്. ക്യാഷ് റിസീവ് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് എവിടെ കാണിക്കണം നമ്മൾ എമൗണ്ട്? ക്യാഷ് കാണിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാഷ് റിസീവ് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് എമൗണ്ട് നമ്മൾ എവിടെ കാണിച്ചു? റെസീപ്റ്റ് സൈഡിൽ സുരേഷ് എന്ന് എഴുതിയിട്ട് ക്യാഷിന്റെ കോളത്തിൽ ആഡ് ചെയ്തു. അപ്പോൾ 15,000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 5,000 രൂപ വന്നു എന്നാണ് എൻ്റെ ഒരു മീനിങ്. അടുത്ത് നോക്കുക. ഏപ്രിൽ 10 അടുത്തൊരു ട്രാൻസാക്ഷൻ സംഭവിച്ചു. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് എത്രയാണ്? 10,000. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. എന്താണ് സംഭവിച്ചത്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. കയ്യിലിരുന്ന ക്യാഷ് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു? ആ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് കയ്യിരുന്ന ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ. കയ്യിരുന്ന ക്യാഷ് കുറഞ്ഞില്ലേ? കാരണം എവിടെ കൊണ്ടുപോയി? ബാങ്കിൽ കൊണ്ടുപോയി. ബട്ട് ബാങ്കിന്റെ അക്കൗണ്ടിൽ സംബന്ധിച്ച് അവിടെ എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ക്യാഷ് കയ്യിരുന്നത് കുറഞ്ഞു, ബാങ്ക് അക്കൗണ്ടിൽ കൂടി. അതായത് ഒരു ട്രാൻസാക്ഷനിൽ ക്യാഷിലും ബാങ്കിലും ഒരുപോലെ എന്ത് വന്നിട്ടുണ്ട്? ആ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുള്ളത്? കോൺട്രാ എൻട്രീസ് എന്ന് പഠിക്കുന്നത് അല്ലെ. എന്താണ്? ക്യാഷും ബാങ്കും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒന്നുകിൽ ക്യാഷ് കൂടും, ബാങ്കിൽ കുറയും, അല്ലെങ്കിൽ ക്യാഷിൽ കുറയും, ബാങ്കിൽ കൂടും. എനിവേ ക്യാഷും ബാങ്കും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്തെന്ന് പറയും? കോൺട്രാ എൻട്രീസ്. അപ്പൊ ഇതാണ് കോൺട്രാ എൻട്രിയുടെ ഒരു എക്സാമ്പിൾ. എങ്ങനെ പോസ്റ്റ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പൊ 10 ഏപ്രിൽ 10 നമ്മൾ കൊടുത്തു. നമ്മുടെ കയ്യിരുന്ന എന്ത് പോയി? ക്യാഷ് പോയി അല്ലെ. ഏപ്രിൽ 10 കയ്യിരുന്ന ക്യാഷ് പോയിട്ട് ആ ക്യാഷ് എവിടെ കൂടി? ആ ബാങ്ക് അക്കൗണ്ടിൽ കൂടിയിരിക്കുകയാണ്. അപ്പൊ ഏപ്രിൽ 10 നമ്മൾ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഈ എമൗണ്ട് കൂടിയത് ആദ്യം കാണിക്കാം. റെസിപ്റ്റ് സൈഡിൽ കാണിക്കാം നമുക്ക്. അപ്പൊ റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് കൂടിയത് നമ്മൾ കാണിക്കേണ്ടത്. സോ ബാങ്ക് കോളത്തിൽ നമ്മൾ 10,000 എന്ന് എഴുതി. ഈ എമൗണ്ട് ഞാൻ ആദ്യം പറയാൻ കാരണം, നമ്മൾ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുമ്പോൾ പർട്ടിക്കുലേഴ്സിൽ ഒരിക്കലും ബാങ്ക് എന്ന് എഴുതൂല.
ഇതിന് ഓപ്പോസിറ്റ് വരുന്ന എൻട്രി ഏതാണ്? ടു ക്യാഷ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺട്രാ എൻട്രി എഴുതുമ്പോഴത്തേക്ക് മാറിപ്പോവരുത്, ഒരിക്കലും മാറിപ്പോരുത്. ക്യാഷ് കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു, കയ്യിരുന്ന ക്യാഷ് കുറഞ്ഞു. ആ ക്യാഷ് എങ്ങോട്ട് വന്നു? ആ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അതുകൊണ്ട് തന്നെ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ടു ക്യാഷ് ബ്രാക്കറ്റിൽ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഞാൻ കോൺട്രാ എന്ന് എഴുതിയിരിക്കുന്നത്. ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ട് കൂട്ടേണ്ടത് എവിടെയാണ്? ബാങ്ക് കോളത്തിലാണ് കൂട്ടേണ്ടത്. ഓക്കെ, ബാങ്ക് കോളത്തിൽ ആ എമൗണ്ട് കൂട്ടി. അടുത്ത ഈ സെയിം ട്രാൻസാക്ഷൻ നമ്മൾ എവിടെയും എഴുതണം. എവിടെ എഴുതും? പേയ്മെന്റ് സൈഡിൽ എഴുതും. കാരണം ക്യാഷ് കയ്യിൽ നിന്ന് ക്യാഷ് പോയൊക്കെയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്യാഷിന്റെ എന്ത് സംഭവിച്ചു? പേയ്മെന്റ് നടന്നു. ഓക്കെ, അപ്പൊ നോക്ക്, ഏപ്രിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 10-ാം തീയതി കണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബൈ ബാങ്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ക്യാഷിന്റെ കോളത്തിൽ ആ എമൗണ്ട് കുറഞ്ഞതായിട്ടും നമ്മൾ കാണിച്ചു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് കാണിച്ചു? കോൺട്രാ എന്ന് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏപ്രിൽ 10-ാം തീയതി രണ്ട് സൈഡിൽ നമ്മൾ ആ കണ്ട ആ ഡേറ്റ് രണ്ടിടത്ത് വന്നിരിക്കുന്നു. റെസിപ്റ്റ് സൈഡിൽ വന്നു, പേയ്മെന്റ് സൈഡിൽ വന്നു. റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ആ എമൗണ്ട് കൂടി, പേയ്മെന്റ് സൈഡിൽ ക്യാഷിൽ നിന്ന് പോയതായിട്ടാണ് കാണിച്ചത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10-ാം തീയതിയിലത്തെ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. അടുത്ത 15-ാം തീയതിയാണ് ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചത്. എന്താണ്? ബോട്ട് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ₹12,000. സാധനങ്ങൾ വാങ്ങി, ദാറ്റ് മീൻസ് പർച്ചേസ് നടന്നു. എന്നിട്ട് എന്ത് കൊടുത്തു? ചെക്ക് കൊടുത്തു. ചെക്ക് വഴിയാണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ പേയ്മെന്റ് സൈഡിൽ എഴുതേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ക്യാഷ് പേയ്മെന്റ് ആണല്ലോ. ഏപ്രിൽ 15 എന്ന് നമ്മൾ ഡേറ്റ് ഇട്ടു. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് പോയത്? പർച്ചേസ് ചെയ്തപ്പോഴല്ലേ. അപ്പോൾ ബൈ പർച്ചേസ് എന്ന് എഴുതി. ക്യാഷിൽ നിന്നാണോ പോയത്? ക്യാഷ് കൊടുത്താണോ പർച്ചേസ് ചെയ്തത്? അല്ല. എന്താണ് കൊടുത്തത്? ചെക്കാണ് കൊടുത്തത്. അപ്പൊ ചെക്ക് കൊടുക്കുമ്പോൾ എവിടെ നിന്നായിരിക്കും പൈസ പോകുന്ന? ബാങ്കിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ പർച്ചേസ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 12,000 കാണിക്കുക. ഓക്കെ, അടുത്ത് നോക്ക്, 20-ാം തീയതിയിലത്തെ ട്രാൻസാക്ഷൻ എന്താണ്? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ് ഓർ പേഴ്സണൽ യൂസ് ₹3,000. ഓക്കെ, അപ്പൊ ഡ്രോയിങ്സ്, അതായത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓണർ ബാങ്കിൽ നിന്നും ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ബാങ്ക് അതാണ്ട് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കിടന്ന പൈസ എന്ത് ചെയ്യണം? കുറയണം. വെറുതെ ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിരുന്ന ക്യാഷ്, നമ്മുടെ ക്യാഷിലാണ് അത് കുറയ്ക്കേണ്ടത്. എന്ത് തന്നെയായാലും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേയ്മെന്റ് ആണ്. ഒന്നുകിൽ കയ്യിരിക്കുന്ന ക്യാഷ് കുറയും, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കുറയും. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ ഏപ്രിൽ 20 എന്ന് നമ്മൾ എഴുതി. ഐറ്റം എന്താണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാഷിലല്ല കുറയ്ക്കേണ്ടത്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ ബാങ്ക് കോളത്തിൽ 3,000 കുറച്ചു. മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. 25-ാം തീയതി റിസീവ്ഡ് എ ചെക്ക് ഫ്രോം അമിത് ഫോർ ₹8,000 ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സെയിം ഡേ. അതായത് അമിത് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് റിസീവ് ചെയ്തു. അത് ആ ദിവസം തന്നെ എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് എവിടെ വരുന്നു? ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. ദാറ്റ് മീൻസ് റെസീപ്റ്റ് ആണ്. അപ്പൊ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ഏപ്രിൽ 25 ടു അമിത് എന്ന് കാണിക്കുന്നു. ക്യാഷിലായിരിക്കും എമൗണ്ട്? അല്ല, ക്യാഷിലല്ല നമ്മൾ കാണിക്കുന്നത്. 8,000 കാണിക്കുന്നത് നമ്മൾ എവിടെയാണ്? ബാങ്കിലാണ്. ആ ചെക്ക് റിസീവ് ചെയ്ത് എമൗണ്ട് ക്രെഡിറ്റ് ആയി അക്കൗണ്ടിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 8,000 എവിടെ കാണിച്ചു? ബാങ്കിൽ കാണിച്ചു. ഇനി ഏപ്രിൽ 30-ാം തീയതി പെയ്ഡ് റെന്റ് ഇൻ ക്യാഷ്. റെന്റ് പേയ്മെന്റ് നടത്തി. ക്യാഷ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫോമിലാണ് റെന്റ് കൊടുത്തത്. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ ഏപ്രിൽ എന്തെന്ന് എഴുതും? നമ്മൾ 30 എന്ന് എഴുതും. ബൈ റെന്റ്, റെന്റ് കൊടുത്തത്. എമൗണ്ട് കുറയ്ക്കേണ്ടത് എവിടെയാണ്? ആ ക്യാഷിലാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, സംശയമില്ല. നമുക്ക് ക്യാഷ് ഇൻ ക്യാഷ് എന്ന് ക്വസ്റ്റിൽ പറഞ്ഞതുകൊണ്ട് നമ്മളത് ക്യാഷിൽ കുറച്ചു. ഇപ്പോൾ തന്നിട്ടുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ടോട്ടൽ ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷ് കോളം ടോട്ടൽ ചെയ്യാം. നമ്മൾ രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഏതാണുള്ളത് അത്. അപ്പോൾ ക്യാഷ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ലെഡ്ജർ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും കൂട്ടി വെച്ചിട്ട് വലിയ എമൗണ്ട് ഏതാണ് അതാണ് രണ്ട് സൈഡും ലാസ്റ്റ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആ ക്യാഷ് കോളത്തിൽ ക്യാഷ് റെസീപ്റ്റിലാണ് വലിയ എമൗണ്ട് 20,000. അപ്പോൾ 20,000 നമ്മൾ ക്യാഷിന്റെ രണ്ട് കോളത്തിൽ എഴുതി. 20,000 രൂപ ക്യാഷ് അവൈലബിൾ ആയിരുന്ന സമയത്ത് 12,000 രൂപ എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തി. ബാക്കി ക്യാഷിന് എത്ര രൂപയുണ്ട്? ബാലൻസ് ക്യാരി ഡൗൺ 8,000. അത് ഞാൻ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ക്യാഷ് കോളം ബാലൻസ് ചെയ്തു. അടുത്ത് നമ്മൾ ബാങ്ക് കോളം ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ബാങ്കിന്റെ റെസിപ്റ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. എത്രയാണ്? 43,000 രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു 15,000 രൂപയുടെ എന്ത്
അക്കൗണ്ട് വഴി പേയ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ഇനി എത്രയാണ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസ് 28,000 രൂപ ഉണ്ട്. അപ്പോൾ അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷിൽ എത്രയാണുള്ളത് 8,000, ബാലൻസ് ക്യാരി ഡൗൺ ബാങ്കിൽ എത്രയാണുള്ളത് 28,000. ഓക്കെ, അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇന്നത്തോടു കൂടി നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.